അച്ഛൻ പറഞ്ഞ് ചോറ് കൊണ്ടു തരാൻ. അമ്മതൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അകത്ത് വെച്ചേക്ക്. അമ്മേ പാവല്ലേ അമ്മേ, എന്നെ നോക്കി ചിരിച്ച്. ഞാനൊന്ന് ചെന്ന് വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അഞ്ചെട്ട് ആൾക്കാരൊക്കെ കൂടി വന്ന് തല്ലുമ്പോ അരയിലുള്ള കത്തി ഒരു കുത്താത്ത എന്തേ? എന്താ ചെയ്യാഞ്ഞേ? ആ കത്തിയോണ്ട് കുത്തിക്കൊല്ലാനൊന്നും പറ്റില്ല മോളെ. ആകെ അടക്കി ചേർന്ന പാകത്തിനേ ഉള്ളൂ അത്. ആണോ അമ്മേ? അത് കുത്തിക്കൊല്ലാനുള്ള കത്തിയല്ല, അടക്ക ചേർത്താനുള്ള കത്തിയാന്ന്. കൃഷ്ണൻ ഈ നേരത്തൊക്കെ റേഷൻ കടയിലായിരിക്കോ അതോ വീട്ടിൽ കാണും? റേഷൻ കടയിൽ കാണും. പേടിച്ച പേടമാനിന്റെ കണ്ണ് കണ്ടിട്ടുണ്ടോ കുറുപ്പേതാൻ? കുറുപ്പ് കാട്ടിലൊന്നും അധികം പോകാറില്ലല്ലോ. നായാട്ടിന് പോണവര് കണ്ടു കാണും. അപ്പൊ കുറുപ്പിന് നായാട്ടിലൊന്നും വലിയ കമ്പമില്ല. അതൊരു പാവം പെണ്ണാണ് നമ്പ്യാരെ. എങ്ങനെ? വേലായുധനെ തല്ലിക്കിടത്തിയ നിത്യവും ഓരോ കുഴക്കട്ട ഉണ്ടാക്കി തരാന്നായിരുന്നോ അന്ന് കുറുപ്പ് പറഞ്ഞത്? ചിട്ടി ഫണ്ടിന് കാശ് കടം വാങ്ങുമ്പോ അവളുടെ വീടും പറമ്പിന്റെ ആധാരം കയ്യിലുണ്ടോ? അതൊക്കെ ഉണ്ട്. ആ, അതുണ്ടായാൽ മതി. ബാക്കി ഞാൻ പറയാം. മോളെ, കിണറ്റിലേക്ക് എന്തി നോക്കല്ലേന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മ ആ മീൻ വലുതായോ നോക്കിയതാ. എന്ത് മീനെ മോള് കൊണ്ടിട്ടത്? അമ്മേ ലീലേച്ചി. ബാ, മീനെ ഞാൻ കാണിച്ചു തരാട്ടോ. അയ്യോ, ഇത് ഭയങ്കര ആഴല്ലേ. അപ്പൊ എങ്ങനെയാ മീനെ കാണുക? നീ എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഏയ്, ഒന്നുമില്ല. ഇനി മോള് കുറച്ചേരം അപ്പുറത്ത് പോയി കളിച്ചോട്ടോ. ജാനകി അടുത്തോട് ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയോ? ചോദിക്ക്, പറയാൻ പറ്റുമോന്ന് നോക്കട്ടെ. ജാനകി അടുത്തേക്ക് വേലായുധേട്ടന് ഇഷ്ടമായിരുന്നില്ലേ പണ്ട്? എന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? ഇഷ്ടായിരുന്നു അല്ലേ? പിന്നെന്താ നിങ്ങൾ കല്യാണം കഴിക്കാതിരുന്നേ? അതൊക്കെ കുട്ടിക്കാലത്തുള്ള ഓരോ കാര്യങ്ങളും അല്ലാണ്ട് ഞാൻ അതങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇവിടെ ഒരു കൂട്ടാൻ വെക്കുമ്പോ കൂടെ കൃഷ്ണേട്ടന്റെയും മോളുടെ ഇഷ്ടം എന്നല്ലാണ്ട് എന്റെ ഇഷ്ടം എന്താന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോ നിനക്കതൊക്കെ മനസ്സിലാവും. വേലായുധേട്ടൻ ആള് ശരിക്കും ഒരു പാവല്ലേ ജാനകിയെടുത്തി? എനിക്ക് മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. നിന്റെ ചോദ്യത്തിന്റെ കാര്യം എനിക്കിപ്പൊ പിടികിട്ടി. എന്തായാലും ഒരു കാര്യത്തിൽ നിനക്ക് അയാളെ വിശ്വസിക്കാം. ഏത് പാതിരാക്കി ഇറങ്ങി നടന്നാലും വേലായുധന്റെ പെണ്ണിനോട് ഒരാളും അനാവശ്യം പറയില്ല. ആരും നിന്റെ മാനത്തിന് വില പറയില്ല. யோ கணக்குல எழுதிக்க. நான் ஒன்னினாயிரம் முறைக்கிற அதான் தரேன்னு சொல்றேன்ல. ഇത് എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാനാ? யோ அத மலையாளத்துல எழுதி வச்சா எங்களுக்கு என்ன புரியும்? தமிழ்ல எழுதிவே அப்ப புரியும். എന്റെ ഗുരുവായൂരപ്പ വിറ്റുകളെ കൊണ്ട് തോറ്റു. ആ ബോർഡിന്റെ കാശും കൂടെ പോയിന്ന് കൂട്ടിയാൽ മതി ഉണ്ണിയാരെ. മുള്ളംകൊല്ലിയിൽ ഇപ്പൊ നീർക്കോലികൾക്കൊക്കെ വിഷം വെക്കുന്ന കാലല്ലേ. വെറുതെ വർത്താനത്തിന് ഞാൻ വെയിലത്ത് നൈറ്റ് ഉണ്ടാക്കിയ എന്റെ കാശ് കൊടുത്തിട്ടാണ് ഞാൻ കുടിക്കണേ. അറിയോ നീ ആരാ? എന്താ കഴിക്കണം? ഉണ്ണേരെ കടുപ്പത്തിലൊരു ചായ. സൈനബാ, മോളെ സൈനബാ. എന്റെ വാപ്പ, ഞങ്ങളെ രണ്ടാളും പേടിച്ചിട്ട് ശ്വാസം പോയില്ലെന്നേ ഉള്ളൂ. എന്തേ? കൊറേ നേരമായി ആ റോട്ടുമ്പിൽ കുറച്ച് ആൾക്കാര് ഇവിടെ ഉള്ളവരല്ലെന്നാ തോന്നുന്നു. കൂട്ടം കൂടിയെന്ന് ചില പാട്ടും
ഇങ്ങോട്ട് നോക്കി ചൂള അടിക്കലും ആരാണ്ട് അവിടെ? വേണ്ട. ആരാണ്? പോയിന്നാ തോന്നേ. ആ, കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല എന്ന് പറയണത് നേരാ. ആ വേലായുധനുള്ളപ്പോ ബറ്റകൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ അതും പോയി. നീലണ്ട, ഓ ആ കൃഷി ഓഫീസർ 3 മണിക്കല്ലേ വരാന്ന് പറഞ്ഞത്? അതെ. എന്നാ നീ ആ പുഞ്ചപ്പാടത്തേക്ക് ചെല്ലേ, ഇവിടെ ഞാനുണ്ടാവും. ചെറിയ പേരെ ഉം. ഞാൻ കൂപ്പിപ്പോയി നോക്കിയിട്ട് വരുവാ. കൂപ്പിലെന്താ വിശേഷം? അല്ല, കുറച്ച് കാശിന്റെ അത്യാവശ്യത്തിനായിരുന്നു. ഒരു 10,000 റുപ്യ ആ വെളുത്തെടുത്ത് കാണിക്ക. അവിടെ കെട്ടിയോന് ഇന്നോ നാളെയോ എന്നും പറഞ്ഞ് ആശുപത്രി കിടക്കാം. അയ്യോ, കുറച്ച് കാശ് കിട്ടിയിരുന്നേ അവളുടെ പണ്ടോ ഇനി വാങ്ങി വെക്കായിരുന്നു. തനിക്കിങ്ങനെ കാശ് തന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇതിപ്പോ കുറെ ആയല്ലോ. ജാനകിയുടെ കാര്യമില്ലേ, ഞാൻ അതിങ്ങനെ ഒരു റൂട്ട് ഒപ്പിച്ചോണ്ട് വരികയല്ലേ. കീരിയെ, ഓ, നല്ലൊരു കൊല നോക്കി മാറ്റി വെച്ചേക്കണം, ഒരാൾക്ക് കൊടുക്കാനാ. ആ റൂട്ട് കൊള്ളാമല്ലോ നമ്പ്യാരെ, വാഴക്കൊല. ആ, ഇത് മതിയാവോ? ആ, നീ അത് നമ്മുടെ റേഷൻ കട കൃഷ്ണന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക്. ഞാൻ തന്നുവിട്ടാന്ന് പറഞ്ഞാ മതി. ഓ, ആ ആ. അവന് ഈ കാര്യത്തിലൊന്നും ഇടപെടുത്തണ്ട, കൊല ഞാൻ കൊണ്ടു കൊടുത്തോളാം. അതെ, റേഷൻ കട കൊണ്ട് കൊടുത്താ മതിയോ അതോ വീട്ടിൽ കൊണ്ട് കൊടുക്കണോ? വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കടോ. ഓ, അപ്പൊ അത് തന്നെ കാര്യം. ചെറിയ നമ്പ്യാരെ, അമ്മേ ദേ ഇതിവിടെ തരാൻ ചെറിയ നമ്പ്യാര് തന്നുവിട്ടതാ. എന്തിനത്? അതിപ്പം ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് സഹായിക്കുന്ന ആളാണല്ലോ. മൂപ്പർക്ക് എന്തെങ്കിലും തോന്നി കാണും. തൽക്കാലം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടെന്ന് നിന്റെ ചെറിയ നമ്പ്യാരോട് ചെന്ന് പറ. ഇതൊന്നും ഇവിടെ വേണ്ട. കൊല വേണ്ടെങ്കിൽ വേണ്ട, ഈ കിഴങ്ങ് എന്റെ. എടുത്തോണ്ട് പോടോ. പോടി. ഓ, വേലായുധന് സഹായിക്കാം. ഈരി ഒരു മൂട് കിഴങ്ങും കൊണ്ട് വന്നാലേ ഉള്ളൂ പ്രശ്നം. ചെറ്റ കീരി നായിന്റെ മോനെ, എന്റെ വീട്ടിൽ കയറ്റുന്ന പെണ്ണുങ്ങൾ തോന്നിയാസം പോയല്ലടാ. കയ്യടാ നായ. ഇതല്ല ചത്തു. ഈരി രാഘവന്റെ അടുത്താണോടാ നിന്റെ കളി? നായേ. മാസൂട്ട എത്ര ഉപ്പി പൊട്ടി? എടാ, നീ ഇങ്ങോട്ട് ഓടിക്കയറി വരുന്ന ആരെങ്കിലും കണ്ടോ? അറിയില്ല. തൽക്കാലം നീ ആ വടക്കേപ്പുറത്ത് തേങ്ങാപ്പുരപ്പ ഒളിച്ചോ. എന്താ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ചെല്ല്. ചെറിയ പേര് എന്നെ എങ്ങനെങ്കിലും. നീ പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. പോ. ഡാ, അവൻ ചത്തോ? അറിയില്ല. ഞാൻ അന്വേഷിച്ചോളാം, നീ പോയിക്കോ. ഇവനെ അങ്ങോട്ട് ഇരുത്തിക്കോ. മോൾ അങ്ങോട്ട് വാ. മോളെ, പോലീസിൽ അറിയിച്ചോ? ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. കുത്തിയിട്ടവൻ എവിടേക്കാ ഓടിയത്? ആരെങ്കിലും കണ്ടോ? കീരിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. കീരി തേങ്ങാപ്പുരക്കകത്തുണ്ട്. ആ, അവിടെ കയറി ഒളിച്ചോളാൻ പറഞ്ഞ് കയറ്റി ഇരുത്തിയതാ. നീലാണ്ടനെ സ്റ്റേഷനിലേക്ക് പോയത്. അവനെല്ലാം വിശദമായിട്ട് പറഞ്ഞോളും. അവരെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോ താനും കൂടി ഒപ്പം ഉണ്ടാവണം. കീരിയെ ഒളിപ്പിച്ചിട്ട് നമ്പ്യാര് തന്നെ. കാര്യമൊക്കെ ശരിയാ, ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുള്ളവനാ. പക്ഷെ പറഞ്ഞിട്ടെന്താ,
ഇതിന്റെയൊക്കെ പുറകെ പോയ കുഴപ്പാ. നടക്കടാ. തിരക്കൊഴിഞ്ഞിട്ട് ഇപ്പോഴാ ഒന്നിങ്ങോട്ട് ഇറങ്ങാൻ സമയം കിട്ടിയത്. പകല് മുഴുവൻ പോലീസ് സ്റ്റേഷനും പോസ്റ്റ്മോർട്ടം ഒക്കെ ആയിട്ട് അങ്ങ് പോയി. മോളുറങ്ങിപ്പോയി അല്ലേ? പാവം. എന്നാലും കൃഷ്ണന്റെ കാര്യം വലിയ കഷ്ടമായിപ്പോയി. ആ ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? ആ കീരി മനഃപൂർവ്വം കുത്തിയതല്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാലും അവനെ സഹായിക്കാനോ പുറത്തു കൊണ്ടുവരാനോ ഒന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സാധിക്കാത്തത് കൊണ്ടല്ല. നിനക്ക് പണത്തിന്റെയോ മറ്റെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് സഹായത്തിനും ഞാൻ ഉണ്ടാവും. അത് പറയാനാ ഇപ്പൊ വന്നത്. ഈ വീടിന്റെയും പറമ്പിന്റെയും ആധാരം കുറുപ്പിന് പണയത്തിലാണല്ലോ എന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താടാ നീ കുന്നുമ്മൽ ശാന്തയുടെ അവിടെ കിടന്ന പോലെ ഇത്ര പെട്ടെന്ന് ഇവിടെയും കാവലേർപ്പെടുത്തിയോ? ഗോപിയെ, വേലായുധം വ്രതം എടുത്തിരിക്കുക ആരെയും തല്ലില്ല എന്ന്. തല്ലേണ്ടി വന്നാ പിന്നെ മുള്ളം കൊല്ലി വിട്ട് പോണം. അങ്ങനെ വല്യമ്പ ആർക്ക് വാക്ക് കൊടുത്തത്? നീ ആ വ്രതം തെറ്റിക്കല്ലേ. നാട് വിട്ട് പോകേണ്ടി വന്നാ നിന്നെയും കൊണ്ടേ വേലായുധം പോകൂ. ഓടാ. 1.5 കാലുമായിട്ട് നിന്ന് പുതുശ്ശേരി ചെറിയ നമ്പ്യാരെ വരട്ടുന്നു. ഹംസ പോയിട്ടില്ല. നിന്റെ ഈ 1.5 കൈ നേരെ ആവുന്നു തോന്നുമ്പോ ഞാൻ അവനെ ഒന്നുകൂടെ അയക്കും. നിന്നെ കൊല്ലാൻ വേലായുധൻ 1.5 കൈ തികച്ച് വേണ്ട, 2 വിരല് മതി. സുനന്ദാക്കന്റെ കഴുത്തി കിടക്കുന്ന നീ കെട്ടിയ താലി, അതാ നിന്റെ ജീവൻ കാത്തുകൊണ്ട് പോന്നു. കെട്ടിയോൻ ദുർമരണപ്പെടുമെന്നൊരു ജാതക ദോഷം സുനന്ദാക്കനുള്ളതാ. അത് എന്റെ കൈ കൊണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാ. എഴുന്നേറ്റ് പോടാ.